Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഠനം നിങ്ങൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൽ എൻ്റെ സിലബസ് ഒക്കെ അറിയാമല്ലോ എല്ലാവർക്കും. മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട് അല്ലേ? മാത്സിന് 25 മാർക്സ്, റീസണിങ്ങിന് 30 മാർക്സ്, അതേപോലെ ജനറൽ അവയർനെസ്സും എന്താണ് സയൻസും അല്ലെ, ജനറൽ സയൻസും കൂടെ ചേർത്ത് 45 മാർക്സും വരുന്നുണ്ട്. അപ്പം കൂടുതലും എന്താണ് ആ ഒരു മാത്സ് റീസണിങ് ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പമാർഗം. അപ്പം മാത്സും റീസണിങ് ആകുമ്പോൾ നമുക്ക് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി ആ ഒരു പാറ്റേണിലും ആ ഏത് ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചതെന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് അത് പഠിക്കാം. അതേപോലെ തന്നെ ജനറൽ സയൻസും അവയർനെസ്സും പഠിക്കേണ്ട എന്നല്ല, പക്ഷെ അതിലും കൂടുതൽ നമ്മൾ കുറച്ചുകൂടെ സമയം ഇതിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാത്സിലെ ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. അത് എല്ലാ വർഷങ്ങളിലുമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു ഏരിയ ആണ്. അപ്പൊ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം എന്നുള്ള വഴിയുമാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഏജിലെ ക്വസ്റ്റ്യൻസ് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് പ്രസന്റ് ഏജ് ഓഫ് A, B, C, D is 56 years. After 6 years, the ratio is 4:3:5:4. Find the present age of C. C യുടെ പ്രസന്റ് ഏജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയേ. 4 പേരുടെ സമ്മ്, പ്രസന്റിലുള്ള സമ്മ് തന്നിട്ടുണ്ട് 56 ഇയേഴ്സ് അല്ലെ. A പ്ലസ് B പ്ലസ് C പ്ലസ് D 56 എന്ന് തന്നിട്ടുണ്ട്. ആഫ്റ്റർ 6 ഇയേഴ്സ്, 6 വർഷം കഴിഞ്ഞിട്ടുള്ള അവരുടെ റേഷ്യോയും തന്നിട്ടുണ്ട് 4:3:5:4 എന്ന്. എങ്കിൽ പ്രസന്റ് ഏജ് ഓഫ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കെടുക്കാം റേഷ്യോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേഷ്യോ തന്നിരുന്നാൽ എങ്ങനെയാ, നമുക്ക് 4x 3x 5x 4x അല്ലെ, ഈ 4 പേരുടെ. പക്ഷെ എപ്പോഴത്തെ റേഷ്യോ തന്നേക്കുന്നത്? ആഫ്റ്റർ 6 ഇയേഴ്സ്, 6 വർഷങ്ങൾക്ക് ശേഷമുള്ള റേഷ്യോ ആണ് ഈ ക്വസ്റ്റിന് തന്നിരിക്കുന്നത് അല്ലെ. 6 വർഷങ്ങൾക്ക് ശേഷം എയുടെ വയസ്സ് 4x. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് എന്തായിരിക്കും? 6 വർഷങ്ങൾക്ക് ശേഷമാണ് 4x. അപ്പൊ പ്രസന്റ് 4x മൈനസ് 6 അല്ലെ. അതേപോലെ ബി യുടെ ആണെങ്കിൽ 3x മൈനസ് 6. അതേപോലെ സി യുടെ ആണെങ്കിലോ 5x മൈനസ് 6. അതേപോലെ ഡി യുടെ ആണെങ്കിൽ 4x മൈനസ് 6 അല്ലെ. അങ്ങനെ 4 പേരുടെയും പ്രസന്റ് ഏജ് നമുക്ക് കിട്ടി. ഈ പ്രസന്റ് ഏജിന്റെ സമ്മ് 56 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഈക്വൽ ടു 56 ചെയ്താൽ പോരായോ? ക്ലിയർ ആണോ? അപ്പൊ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എക്സിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അത് എപ്പോഴത്തെയാണെന്ന് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിരിക്കണം. 6 വർഷങ്ങൾക്ക് ശേഷമുള്ള റേഷ്യോ ആണ് തന്നേക്കുന്നത്. സോ നമ്മൾ 6 വർഷങ്ങൾക്ക് ശേഷം 4x 3x 5x 4x എന്ന് എടുത്തു. ദെൻ അവരുടെ സമ്മ് പ്രസന്റിലെയാണ് പറഞ്ഞത്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 6 വർഷം കഴിഞ്ഞിട്ടുള്ള സമ്മ് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെന്താ പ്രസന്റിലെ നമുക്ക് കിട്ടി. എന്ത് ചെയ്താൽ 6 കുറച്ചപ്പം അതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് വരും? 56. ഇത് സോൾവ് ചെയ്താൽ എക്സ് ആൻസർ കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. 4x plus 3x 7x, 7 plus 5 12, 12 plus 4 16x, 16x minus 4 minus 6 ഉണ്ടല്ലേ, that is minus 24 equal to 56. 16x equal to 56 plus 24 10 80 അല്ലെ. 16x equal to 80, x will be equal to 80 by 16 എന്തുവരും? 5 എന്ന് വരും. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് സി. 1 2 3 മൂന്നാമത്തെ അല്ലെ 5x മൈനസ് 6 പ്രസന്റ് ഏജ് ആണ് ചോദിക്കുന്നത്. പ്രസന്റ് ഏജ് ഓഫ് സി അല്ലെ. 5 into 5 25, 25 മൈനസ് 6 എന്തുവരും? 19 ഇയേഴ്സ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി 19 ഇയേഴ്സ്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു രീതിയിൽ, അതായത് നോർമലായിട്ടും അതേപോലെ തന്നെ എക്സ് എടുത്ത് നമ്മൾ ചെയ്യുന്നത് മനസ്സിലായോ? ഇനി ഇത് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു വഴിയൂടെ പറഞ്ഞുതരാം. നോക്കിയേ, 4 പേരുടെയും സം 56 എന്ന് പറഞ്ഞു. 6 വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ എന്താ ഈ റേഷ്യോയിൽ അർത്ഥമാക്കുന്നത്? എന്താ, ഇത് എയെ റെപ്രസെന്റ് ചെയ്യുന്നത് 4, ബിയെ റെപ്രസെന്റ് ചെയ്യുന്നത് 3
അല്ലെ. സിയെ റെപ്രസെന്റ് ചെയ്യുന്നത് 5, ഡിയെ റെപ്രസെന്റ് ചെയ്യുന്നത് 4, അങ്ങനല്ലേ. എന്ന് വെച്ചാൽ 6 വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ വയസ്സ്, അതായത് എ എടുക്കുവാണെങ്കിൽ എയുടെ വയസ്സ് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ. 4 അല്ലെങ്കിൽ 4ന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആയിരിക്കും അതിന്റെ ഉത്തരം എന്നാണ് പറയുന്നത്. അതേപോലെ ബി ആണെങ്കിലോ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ് അല്ലെ. 3 ആണെങ്കിലോ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. സി ആണെങ്കിലോ 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സിയുടെ പ്രസന്റേജാ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലൊക്കെ സിയുടെ പ്രസന്റേജാ ഈ പറഞ്ഞേക്കുന്ന അല്ലെ. ഇത് 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സിയുടെ പ്രസന്റേജ് ആയിരിക്കും. ഇനി നമുക്ക് ചെയ്യാം. 6 വർഷം കഴിയുമ്പം സിയുടെ വയസ്സ് 5 റെപ്രസെന്റ് ചെയ്ത നമ്പർ, അതായത് 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നോക്കിയേ, 20 ആണെങ്കിൽ, ഇൻ കേസ് നമ്മുടെ ഓപ്ഷൻ എ 20 ആണെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ എന്തായി? 26 ആയി. അത് 5ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ അതല്ല. അടുത്തത് 19 അല്ലെ. ഇനി 19 എടുത്തു. 6 വർഷം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ സിയുടെ പ്രസന്റ് വയസ്സ് 19 ആണെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ എന്താ? 25 വരും അല്ലെ. അത് 5ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. അപ്പൊ ഇതിനൊരു ചാൻസ് ഉണ്ട്. ഒന്ന് മാർക്ക് ചെയ്യുക, കാരണം പെട്ടെന്ന് ഉറപ്പിക്കരുത്. ഈ ഒരു ഇതിന്റെ പ്രത്യേകത, ഇതിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് തന്നാൽ നമുക്ക് ചെയ്ത് തന്നെ നോക്കണം അല്ലെ. നോക്കിയേ, അടുത്തതിന് നമുക്ക് 15 നോക്കാം. 15ന്റെ കൂടെ 6 ചെയ്താൽ 21, അപ്പൊ അത് 5ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അതല്ല. 21ന്റെ കൂടെ 6 മൾട്ടിപ്പിൾ അല്ല, ആഡ് ചെയ്താൽ എന്ത് വരും? 27 വരും. അതും 5ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഈ 3 ഓപ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുറപ്പിക്കാം? 19 ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? മറ്റേ രീതിയും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾസ് ഉള്ളത് നമ്മൾ ആദ്യം നോക്കുക. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് അതേപോലെ വന്നാൽ നമുക്ക് നോർമൽ രീതിയിൽ നമ്മുടെ നോർമൽ മെത്തേഡിൽ ചെയ്യുക. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 19. Next question. Sum of ages of father and his son is 50 years. 4 years ago, father's age was 6 times as that of his son. What are the present age of father? അപ്പൊ എന്താണ്? അപ്പൊ ഇത് റേഷ്യോയിലാക്കി, നമ്മൾ നേരത്തെ റേഷ്യോയിലാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റി അല്ലെ. റേഷ്യോയിലാക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. നോക്കിയേ, 4 years ago, father's age was 6 times as that of his son. അപ്പം ഫാദർ ഉണ്ട്, സൺ ഉണ്ട്. എപ്പോഴാണ് പറയുന്നത്? 4 years ago, 4 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. ഫാദേഴ്സ് ഏജ് വാസ് 6 times as that of x. അതായത് x ആണെങ്കിൽ ഇത് 6x ആയിരിക്കും. അതായത് ഫാദർ ഈസ് ടു സണ്ണിന്റെ റേഷ്യോ 6:1 ആണ്. എപ്പോഴാ? 4 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് ഫാദർ? ഫാദറിന്റെ പ്രസന്റ് ഏജ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് തന്നിരിക്കുന്ന ഒക്കെ ഫാദറിന്റെ പ്രസന്റ് ഏജാ അല്ലെ. നമുക്ക് എക്സിൽ ഇതേപോലെ എക്സിൽ വെച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ നോക്കുക, ഈ പറയുന്ന പോലെ മൾട്ടിപ്പിൾ എടുക്കാൻ പറ്റുമോ നോക്കുക. അതായത് 4 വർഷം മുന്നേ ഫാദറിന്റെ ഏജ് എന്താ? 6ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കിയേ. ഇതെല്ലാം തന്നേക്കുന്ന പ്രസന്റ് ഏജ് ഓഫ് ഫാദറാ. അപ്പൊ 35 ആണ് അല്ലെ. 35 മൈനസ് 6 ചെയ്ത് നോക്കിയേ, എന്ത് വരും? 29 വരും അല്ലെ. 6ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ഇനി അല്ല, 6 അല്ല, 4 years ago ആണ് നോക്കേണ്ടത്. 4 that is 31. 4 years agoയിലെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ 4 years ago ആണ്. സോ 35 മൈനസ് 4 31, അത് 6ന്റെ മൾട്ടിപ്പിൾ അല്ല. ദെൻ 38 മൈനസ് 4 34, അതുമല്ല. 40 മൈനസ് 4 എന്ത് വരും? 36 വന്നു അല്ലെ. ഇനി അതേപോലെ തന്നെ 42 മൈനസ് 4 എന്ത് വരും? 38 വന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇതിനകത്ത് ഏതാണ് 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്? 36 വന്നു. സോ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇതേപോലെ മൾട്ടിപ്പിൾ നോക്കി നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇനി ഈ ഒരു രീതിയും കൂടെ ഞാനൊന്ന് പറയുവാണ്, ശ്രദ്ധിക്കുക. ഇപ്പൊ ഫാദർ സണ്ണ് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? 4 years ago. 4 years agoയിലെ കാര്യം പറയുവാണ്. ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ്? 6x ആണ്. ഇനി പ്രസന്റ് എടുത്തേ. പ്രസന്റ് 4 വർഷം മുന്നേ ഇതാണെങ്കിൽ പ്രസന്റ് എന്തായിരിക്കും? 4 years ago ആണ് 6x. അപ്പൊ പ്രസന്റ് എന്തായിരിക്കും? 6x പ്ലസ് 4. ഇവിടെ ആണെങ്കിലോ എക്സ് പ്ലസ് 4. ഈ രണ്ടുപേരുടെയും കൂടെ സമ്മ് 50 ആണെന്ന് തന്നേക്കുന്നത്. അപ്പം ചെയ്യാമല്ലോ. 6x പ്ലസ് 4 പ്ലസ് എക്സ് പ്ലസ് 4 ഈക്വൽ ടു 50. 6x പ്ലസ് എക്സ് 7x പ്ലസ് 8 ഈക്വൽ ടു 50. 7x ഈക്വൽ ടു 50 മൈനസ് 8 42 അല്ലെ. സോ എക്സിന്റെ വാല്യൂ എന്ത് വരും? 6 എന്ന് വരും. ഇനി എന്താ ചോദിക്കുന്നത്? ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് ഫാദർ. അതാണ്ട് ഫാദറിന്റെ
പെർസെൻറ്റേജ് ആണ് നമുക്ക് വേണ്ടത്. എന്ത് വരും? 6 × 6 36, 36 + 4 40. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു രീതിയിൽ ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതിപ്പോ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു രീതി, അതായത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് തന്നെ നമ്മൾ നോക്കുക. ഇൻ കേസ് ചില കേസിലൊക്കെ എന്താ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ഇപ്പൊ 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനുകൾ ഓപ്ഷൻസ് വരാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തോണം. ഓക്കെ, അതും ഈ എക്സ് തന്നെ വെച്ച് 2 വേരിയബിൾ ആയിട്ട് ചെയ്യരുത്. ഒറ്റ വേരിയബിൾ തന്നെ, അതായത് ഫാദറിന് എഫ് എന്നും സണ്ണിന് എസ് എന്നും കൊടുത്ത് ചെയ്താൽ നമുക്ക് കുറേ ഇക്വേഷൻസ് ഉണ്ടാവും. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യുക, അതായത് ഒറ്റ വേരിയബിൾ, അതായത് 4 വർഷം മുന്നേ സണ്ണിന്റെ ഏജ് എക്സ് എന്ന് എടുത്താൽ ഫാദറിന്റെ ഏജ് എന്തായിരിക്കും? 6x അല്ലെ, 6 ടൈംസ് തന്നിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യനിൽ പ്രസന്റിലെ സമ്മ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രസന്റിലെ ഏജ് ഈ എക്സിന്റെ ടേംസിൽ കണ്ടുപിടിക്കുന്നു. 4 വർഷം മുന്നേ 6x ആണെങ്കിൽ പ്രസന്റ് എന്തായിരിക്കും? 6x + 4 ആയിരിക്കും. സണ്ണിന്റെ എന്തായിരിക്കും? x + 4 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ സമ്മ് 50 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, എക്സ് കണ്ടുപിടിക്കുന്നു, പിന്നെ എന്താണോ ചോദിക്കുന്നത് അത് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The percentage of x and y are in the ratio 5:6. 7 years hence, the ratio becomes 6:7. What is x percentage? അപ്പൊ എന്താണ്? എക്സിന്റെയും വൈയുടെയും ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എന്താണ്? 5:6 എന്ന് തന്നിട്ടുണ്ട്. Then 7 years hence, after 7 years, the ratio becomes 6:7. After 7 years, 7 വർഷങ്ങൾ കഴിയുമ്പം എന്താ അവരുടെ റേഷ്യോ? x/y റേഷ്യോ. ഇത് പ്രസന്റിലെ എക്സിന്റെയും വൈയുടെയും റേഷ്യോ തന്നിട്ടുണ്ട്. ആഫ്റ്റർ 7 years അവിടെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. വാട്ട് ഈസ് എക്സ് പ്രസന്റ്? നമ്മൾ ഈ പറഞ്ഞതിന്റെ തൊട്ട് മൾട്ടിപ്പിൾസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇനി ഇൻ കേസ് ഞാൻ പറഞ്ഞല്ലോ, അത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് വന്നാൽ അതിൽ എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. നോക്കിയേ, 5:6 ആണ് എക്സിന്റെയും വൈയുടെയും പ്രസന്റ് റേഷ്യോ പറഞ്ഞേക്കുന്നത് അല്ലെ. അതിനുശേഷം പറഞ്ഞേക്കുന്നത് എന്താ? 7 വർഷങ്ങൾ കഴിയുമ്പം അവരുടെ റേഷ്യോ 6:7 ആണെന്ന്. ഓക്കെ, ഇങ്ങനെ ഒരേപോലുള്ള ചേഞ്ച് വന്ന് 2 റേഷ്യോ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ചെയ്യാവുന്ന ഒരു വഴിയാണ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് റേഷ്യോകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. എത്ര അത്? ഈ ഫസ്റ്റ് x/y എന്നുള്ള റേഷ്യോ ഡിഫറൻസ് എന്ത് വരും? 1 വന്നു. ഇതേപോലെ ഇവിടുത്തെ റേഷ്യോ ഡിഫറൻസ് എന്താ? 1 വന്നു. ഈ ഡിഫറൻസ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. വളരെ സിമ്പിൾ ആണ്. ഈ ഡിഫറൻസ് എടുക്കുക. എന്താ? 6ഉം 7ഉം ഡിഫറൻസ് 1, 5ഉം 7. ഈ ഡിഫറൻസ് സെയിം ആണെങ്കിൽ ഈ ഡിഫറൻസ് രണ്ടിടവും സെയിം തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 5:6 ആയിരുന്ന റേഷ്യോ 6:7. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ എക്സ് 5 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു പ്രസന്റില്. 7 വർഷം കഴിഞ്ഞപ്പോൾ അത് 6 എന്ന് റെപ്രസെന്റ് ചെയ്തു അല്ലെ. ഈ ഒരു വ്യത്യാസം, ഇവർ തമ്മിലുള്ള വ്യത്യാസം 1. ആ ഒരു വ്യത്യാസം വരുന്നത് എപ്പോഴാ? ഈ 7 വർഷങ്ങൾ കഴിയുമ്പോഴാ. എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഈ 1 എന്ന് പറയുന്നതാണ് 7. ഓക്കെ, ഒന്നുകൂടെ പറയുവാണ്. x/y പ്രസന്റ് എന്ന് പറഞ്ഞാൽ 5:6. റേഷ്യോ എന്ന് പറഞ്ഞാൽ എക്സ് പ്രസന്റിൽ റെപ്രസെന്റ് ചെയ്യുന്നത് 5 ആണ്, y റെപ്രസെന്റ് ചെയ്യുന്നത് 6 എന്നുള്ളത് ആലോചിക്കുക. അതായത് ഇപ്പൊ 11 പാർട്ടിൽ 5 പാർട്ട് 6 പാർട്ട് നമ്മൾ പറയത്തില്ലേ, അതേപോലെ ആഫ്റ്റർ 7 years, 7 വർഷങ്ങൾ കഴിയുമ്പം അവരുടെ റേഷ്യോ എന്തായി? 6:7 ആണ്. അപ്പൊ ഇങ്ങനെ ഒരേപോലെ 2 വാല്യൂവിന് ഒരേപോലുള്ള ചേഞ്ച് അല്ലേ വന്നേ? 7 കൂട്ടി അല്ലെ. 7 വർഷങ്ങൾ കഴിയുന്ന 7 കൂട്ടുക. ഇനി 7 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞാലോ 7 കുറയ്ക്കുക അല്ലെ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താ? ഇവരുടെ ഡിഫറൻസ് നോക്കുക. 1, ഇവിടെ ഡിഫറൻസ് 1. ഈ ഡിഫറൻസ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിഫറൻസ് എടുക്കുക. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് ഡിഫറൻസ് എടുത്തു, അതിനുശേഷം വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് എടുത്തു. എന്താ ഡിഫറൻസ്? 1. ഈ ഒരു ഡിഫറൻസ് വന്ന എന്തുകൊണ്ടാ? ഈ 7 വർഷം എന്നുള്ള ഒരു ചേഞ്ച് വന്നപ്പോഴാ. അപ്പൊ നമ്മൾ പറയും 1 7 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താ? എക്സിന്റെ പെർസെന്റേജ്. എക്സിന്റെ പെർസെന്റേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ എന്താ? 5. 1 7 ആണെങ്കിൽ 5 എങ്ങനെ മാറുന്നു? ക്ലിയർ അല്ലേ? 1 7 ആവുന്ന എങ്ങനെയാ? × 7 35. ക്ലിയർ അല്ലേ? നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി 35. ക്ലിയർ ആണോ? അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കിയേ. പെർസെന്റേജ് ഓഫ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 4:3. അപ്പൊ നോക്കിയോണേ, എയുടെയും ബിയുടെയും റേഷ്യോ, ഏജിന്റെ റേഷ്യോ 4:3 ആണ് പ്രസന്റ്. 18 years hence, that means after 18 years,
റേഷ്യോ ഓഫ് ദർ ഏജസ് ബിക്കം 7:6 അല്ലെ. 18 വർഷങ്ങൾ കഴിയുമ്പം റേഷ്യോ എന്തായി? 7:6 ആയി. ഒരുപോലെ തന്നെ രണ്ട് റേഷ്യോയ്ക്ക് മാറ്റം വന്നു. എങ്കിൽ വാട്ട് ഈസ് ഏജ് പെർസെന്റേജ്? നോക്കിയേ, ഈ ഡിഫറൻസ് എന്താ? 1. ഈ ഡിഫറൻസ് എന്താ? 1. അപ്പൊ ഓക്കെയാ. ഇനി ഈ ഡിഫറൻസ് എടുത്തേ, എത്ര വരും? 3. ഈ 3 എന്താന്ന് പറയാം? ഈ 3 വ്യത്യാസം വന്നത് ഈ 18 എന്നുള്ള വന്നപ്പോഴാണ്. അപ്പൊ 3 ആണ് 18. എങ്കിൽ വാട്ട് ഈസ് ദ ഏജ് പെർസെന്റേജ്? എ റെപ്രസെന്റ് ചെയ്യുന്ന ഏതാണ്? ഈ 4 എങ്ങനെ മാറുന്നു? 3 എങ്ങനെയാ 18 ആവുന്നത്? ഇൻറ്റു 6 അല്ലെ, ഇൻറ്റു 6. സോ ഇവിടെ ഇൻറ്റു 6 ചെയ്യുക, 24. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഡിഫറൻസ് നമ്മൾ നോക്കേണ്ടത്. ഈ ഡിഫറൻസ് സെയിം ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതുപോലെ ചെയ്യാം. ഈ ഡിഫറൻസ് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാനുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ എന്താ ആൻസർ വരും? ഓപ്ഷൻ ബി, 24. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Present age of A and B are in the ratio 3:4. 12 years ago, the ratio of their ages become 2:3. അപ്പൊ എയുടെയും ബിയുടെയും ഏജിന്റെ റേഷ്യോ 3:4 എന്നായിരുന്നു 12 years ago. ഇവർ തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കിയാൽ മതി. എഗോ ആണെങ്കിലും ആഫ്റ്റർ ആണെങ്കിലും കുഴപ്പമില്ല. അവർ തമ്മിലുള്ള വ്യത്യാസം 12 അല്ലെ. ഇത് പ്രസന്റ് 12 years ago എന്തായി? അവരുടെ റേഷ്യോ എന്തായി? 2:3 ആയി. എങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് ദ പെർസെന്റേജ് ഓഫ് എയുടെയും ബിയുടെയും എന്താണ് സമ്മ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, എന്താ ഈ ഡിഫറൻസ് 1, ഈ ഡിഫറൻസ് 1, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? 1. ഈ 1 എപ്പോഴാ വരുന്നത്? ഈ 12 വർഷത്തിന്റെ ഗ്യാപ്പ് വരുമ്പോ. അപ്പൊ 1 ആണ് 12. എങ്കിൽ സമ്മ് എയെ റെപ്രസെന്റ് ചെയ്യുന്നത് 3, ബിയെ റെപ്രസെന്റ് ചെയ്യുന്നത് 4. സോ എ പ്ലസ് ബി എന്താണ്? 7 അല്ലെ. ഇൻറ്റു 12 ആണ്. ഇൻറ്റു 12 84. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾസിന്റെ ആ ഒരു ടൈപ്പും കൂടെ നിങ്ങൾ മനസ്സിൽ ആലോചിച്ചോണം. ഇവിടെ ഇപ്പൊ നോക്കിയേ, എയുടെയും ബിയുടെയും ഏജിന്റെ റേഷ്യോ 3:4 ആണ്. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ? സം ഓഫ് എ ആൻഡ് ബി ആണ്. രണ്ടുപേരുടെയും സം ആണ് വേണ്ടത് അല്ലെ. അപ്പൊ A:B എന്ന് പറഞ്ഞാൽ 3:4 ആണെങ്കിൽ സമ്മിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ എന്താണ്? 7 ആണ്. അപ്പൊ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു മൾട്ടിപ്ലൈ ഉള്ളെങ്കിൽ നമുക്ക് അതെടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മെത്തേഡിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒന്നേ ഉള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാം. ക്ലിയർ അല്ലേ? ഇവിടെ ഇപ്പൊ 84 അല്ല ഉള്ളു. സോ ആൻസർ 84 വരും. ക്ലിയർ അല്ലേ? അപ്പൊ അത് ഈ രണ്ടും പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ചില ക്വസ്റ്റ്യനിൽ ഇതിന്റെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10 years ago, the ratio of Amit and his father was 1:5. After 6 years, the ratio between their ages will be 3:7. Find the present age of his father. 10 വർഷം മുന്നേ അമിത്തിന്റെയും ഫാദറിന്റെയും റേഷ്യോ 1:5 ആണ്. ആഫ്റ്റർ 6 years, അതായത് ഒരു 10 വർഷം മുന്നത്തെ, ഇവിടെ ഒരു പ്രസന്റ് ഉണ്ട്, അതിനുശേഷം ഒരു ആഫ്റ്റർ 6 years. അത് ശ്രദ്ധിച്ചോണം. എപ്പോഴും ഏജിന്റെ ക്വസ്റ്റ്യൻ 10 years ago എന്ന് പറഞ്ഞാൽ പ്രസന്റിൽ നിന്ന് 10 years ago. ആഫ്റ്റർ 6 years എന്ന് പറഞ്ഞാൽ പ്രസന്റിൽ നിന്ന് 6 years ആഫ്റ്റർ. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ പ്രസന്റിൽ നിന്ന് 10 years ago അവരുടെ റേഷ്യോ 1:5 ആണ്. പ്രസന്റിൽ നിന്ന് 6 വർഷം കഴിഞ്ഞിട്ട് അല്ലെ, 6 വർഷങ്ങൾക്ക് ശേഷം അവരുടെ റേഷ്യോ എന്താണ്? 3:7 ആണ്. എങ്കിൽ ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് ഫാദർ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താ? ഈ ഒരു ഗ്യാപ്പ്, നേരത്തെ എല്ലാം ഇത് പ്രസന്റും ആ ഒരു 6 വർഷം അല്ലെങ്കിൽ മുന്നേ അല്ലെങ്കിൽ കഴിഞ്ഞെന്നുള്ളതായിരുന്നു. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. എന്താ? പ്രസന്റിൽ നിന്ന് 10 വർഷം മുന്നേ, പ്രസന്റിൽ നിന്ന് 6 വർഷത്തിന് ശേഷം. അപ്പൊ ആ ഗ്യാപ്പ് എത്ര? 16 ഇയേഴ്സിന്റെ ഗ്യാപ്പ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1:5 എന്നുള്ള റേഷ്യോ, അതിന്റെ കൂടെ 16 ആഡ് ചെയ്താൽ 3:7 എന്നുള്ള റേഷ്യോ വരും. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു ഡിഫറൻസ് നോക്കണമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഈ ഡിഫറൻസ് 4 ആണ്, ഈ ഡിഫറൻസ് 4 ആണ്. സെയിം അല്ലേ? ആണ്. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. എന്താ? ഈ ഡിഫറൻസ് എന്താണ്? 2 ആണ് അല്ലെ. സോ ഈ 2 ആണ് എന്തെന്ന് പറയുന്നത്? ഈ 16. ക്ലിയർ ആണോ? എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം, ഫാദറിന്റെ 10 വർഷം മുന്നേ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പരും നമ്മളുടെ കയ്യിലുണ്ട്, 6 വർഷത്തിന് ശേഷം റെപ്രസെന്റ് ചെയ്യുന്ന നമ്പരും നമ്മുടെ കയ്യിലുണ്ട്. ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് പ്രസന്റ് വേണം ചെയ്യാൻ. അത് ഓർമ്മ വേണം. ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിഫറൻസ് എടുത്ത് 2 ആണ് 16 എങ്കിൽ ഞാൻ പറയുന്നു 5 എത്രയാണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു. എന്ന് വെച്ചാൽ ഇതെന്താ? ബിഫോർ 10 years, 10 വർഷം മുന്നേ ഉള്ള ഏജ് ആണ് നമ്മുടെ കിട്ടുന്നത് 5 വെച്ച് അല്ലെ. 2 × 8 ആണ്. സോ × 8 ആണ് 40. സോ പ്രസന്റ് ഏജ് എന്തായിരിക്കും?
പ്ലസ് 10 കൂടെ ആഡ് ചെയ്യുക 50 years. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി 50 years. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio between ages of A and B is 3:1. 4 years earlier, their ages will be in the ratio 4:1. Find the present age of A. എയുടെയും ബിയുടെയും ഏജിന്റെ റേഷ്യോ 3:1 ആയിരുന്നു പ്രസന്റില്. 4 years earlier അല്ലെ, 4 years ago, അതായത് ഈ ഒരു ഗ്യാപ്പ് 4 ആണ് അല്ലെ. അവരുടെ റേഷ്യോ എന്തായി? 4:1 ആയി. എങ്കിൽ പ്രസന്റ് ഏജ് ഓഫ് എ ആണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഒന്ന് നോക്കിയേ, ഇവിടുത്തെ ഡിഫറൻസ് എടുത്തേ 2, ഇവിടുത്തെ ഡിഫറൻസോ 3 അല്ലെ. അപ്പൊ എന്താ, ഇനി ഒരു ചെറിയൊരു സ്റ്റെപ്പും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഡിഫറൻസ് സെയിം ആണെങ്കിൽ നേരത്തെ ചെയ്തതിന്റെ കൂട്ട് തന്നെ ചെയ്തു പോയിക്കോളുക. ഡിഫറൻസ് നമുക്ക് ഇവരുടെ എടുക്കുമ്പോൾ വ്യത്യസ്തമായിട്ടാണ് വരുന്നതെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഡിഫറൻസ് വെച്ച് തമ്മി ഈ റേഷ്യോനെ മൾട്ടിപ്പിൾ, ഇവിടെ 3 അല്ലേ കിട്ടിയത്, അപ്പൊ ഈ റേഷ്യോനെ 3 വെച്ചും ഇവിടെ കിട്ടിയത് 2 അല്ലേ, ഈ റേഷ്യോനെ 2 വെച്ചും മൾട്ടിപ്ലൈ ചെയ്യുക. അതായിരിക്കും നമ്മുടെ പുതിയ റേഷ്യോ. നോക്കിയേ, 9:3 എന്നും 8:2 എന്നും കിട്ടി. ഇതാണ് നമ്മുടെ പുതിയ റേഷ്യോ. അത് മനസ്സിലാക്കുക. അതായത് എയെ റെപ്രസെന്റ് ചെയ്യുന്ന A:B ഇതാണ്, പ്രസന്റ് ഇതാണ്, ആഫ്റ്റർ 4 years ഇതാണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് സ്റ്റെപ്പ് ചെയ്യാം. ഇനി നേരത്തെ ചെയ്തതിന്റെ കൂടെ തന്നെ ചെയ്യാം. ഇവരുടെ ഡിഫറൻസ് എടുക്കുക 1. ഈ 1 ആണ് എന്ത്, ഈ ഒരു ഗ്യാപ്പ് എത്ര ആയിരുന്നു? 4 അല്ലെ. അപ്പൊ 1 4 ആണെങ്കിൽ വാട്ട് ഇസ് ദ പെർസെന്റേജ് ഓഫ് എ? ഇനി എന്താണ് എയുടെ പെർസെന്റേജ്? 9 ആണ്. ഓക്കെ, ഈ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ റേഷ്യോ വേണ്ട, ഇത് മതി. ക്ലിയർ ആണോ? അപ്പൊ 1 4 ആണെങ്കിൽ 9 എങ്ങനെ മാറുന്നു? ഇൻറ്റു 4 36. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി 36. ഒരു പ്രാവശ്യം കൂടെ പറയാം, ശ്രദ്ധിക്കുക. എയുടെയും ബിയുടെയും റേഷ്യോ 3:1 എന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ 4 years അല്ലെ, ആഫ്റ്റർ 4 years അല്ല, 4 years earlier. ഓക്കെ, 4 years earlier, 4 years ago അവരുടെ റേഷ്യോ എന്താണ്? 4:1 അല്ലെ. ഇപ്പൊ ഇവിടെ 4 years എഗോ ആണെങ്കിൽ ഇത് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് കണ്ടുപിടിക്കുക. അത് 4 ആണ് അല്ലെ, പ്രസന്റും 4 വർഷം എഗോ. ഇപ്പൊ ഗ്യാപ്പ് 4 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡിഫറൻസ് എടുത്തു, അപ്പൊ ഇത് സെയിം അല്ല. അപ്പൊ നമ്മൾ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടെ ചെയ്തു. എന്താ, ഈ ഡിഫറൻസ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ, ഇവിടെ 3ഉം ഇവിടെ 2ഉം. അപ്പൊ നോക്കിയേ, 9:3 എന്നും കിട്ടി, 8:2 എന്നും കിട്ടി. ഇനി ഇതാണ് റേഷ്യോ, നമുക്കിത് വേണ്ട. ഇതാണ് നമ്മുടെ റേഷ്യോ. പ്രസന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 9 3, 4 years എഗോയെ റെപ്രസെന്റ് ചെയ്യുന്നത് 8ഉം 2ഉം. ഇനി ഈ ഡിഫറൻസ് എടുത്തേ, അത് 1 ആണ് അല്ലെ. ഈ 1 ആണ് എത്ര എന്ന് പറഞ്ഞത്? 4. എങ്കിൽ നമുക്ക് വേണ്ടത് പെർസെന്റേജ് ഓഫ് എ റെപ്രസെന്റ് ചെയ്യുന്നത് 9. 1 into 4 ആണ് 4. സോ 9 into 4 36. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി 36. മനസ്സിലായോ? അപ്പൊ ഇന്ന് പഠിപ്പിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇതേപോലത്തെ പാറ്റേണിലെ കുറേ അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നാലേ നമ്മൾ ഈ പഠിച്ച ഷോർട്ട് കട്ടിൽ നമുക്കത് വേഗത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. നന്നായിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഓരോ ടോപ്പിക്കും ഓരോ ടോപ്പിക്കിൽ തന്നെ പല പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ ആ ഓരോ ടോപ്പിക്കിലെയും അതെങ്ങനെ ചെയ്യുന്നു മനസ്സിലാക്കി അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ ആയിരിക്കും നമുക്ക് ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് ക്ലിയർ ആവുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മുടെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യും. പെട്ടെന്ന് അതെങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം എന്നുള്ള വഴികൾ ഉൾപ്പെടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസും അതേപോലെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളും വീക്ക്ലി എക്സാംസും അതുപോലെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.